ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ, നമ്മളൊരു ക്രൂയിസിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ക്രൂയിസിൽ പോകാൻ പോവാണ്. ഇവിടെ ദുബായ് ക്രീക്ക് സൈഡിൽ കുറേ ക്രൂയിസുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഹൗസ് ബോട്ടുകളൊക്കെ പോലെ തന്നെയാണ് ഏകദേശം ഇവിടുത്തെ ക്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ മോൾ ഭാഗം എന്താ പറയുക, ഓപ്പൺ ആണ്. അങ്ങനെ ഓപ്പൺ അല്ലാത്ത ക്രൂയിസുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പെർ പേഴ്സൺ 35 ദറമാണ് വരുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരു 700 രൂപയൊക്കെ വരും. പക്ഷേ ഒരു ജ്യൂസും അതുപോലെ ഡിന്നറും ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു റേറ്റിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് ഒരു 2 hours ആണ് ഈ ഒരു ക്രൂയിസിൽ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മളവിടെ എത്തിയത് ഒരു 5:30 ആയപ്പോഴാണ്. നമുക്ക് ഇവരുടെ വാട്സപ്പ് നമ്പർ വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് 5:30 ആകുമ്പോൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ക്രൂയിസിൻ്റെ അടുത്തേക്ക്. ഇതാണ് നമ്മുടെ ക്രൂയിസ്. ഇഷ്ടംപോലെ ക്രൂയിസുകൾ വേറെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിലും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഏട്ടുതാ അവരുടെ റിസപ്ഷനിൽ, അവിടെ റിസപ്ഷൻ പോലെ ഒരു ചെറിയ സെറ്റിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇരിക്കാനുള്ള സീറ്റുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വരുന്ന ഗസ്റ്റുകൾക്ക്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് റാഡിസൻ്റെ ബിൽഡിങ്ങും അതുപോലെ കുറേ ബിൽഡിങ്സുകളാണ് ഈ നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ. രാത്രി ആയപ്പോൾ ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ക്രൂയിസ് മാത്രമല്ല, എല്ലാ ക്രൂയിസുകളും നല്ല അടിപൊളി ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതാ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇതിപ്പോൾ അടിഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് മോൾ ഭാഗമാണ്, ഓപ്പൺ ആയിട്ടുള്ള സൈഡ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ആയിട്ടുള്ള പോർഷനല്ലേ. അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരും വന്നിട്ടില്ല, നമ്മളാണ് കേട്ടോ ആദ്യമായിട്ട് കയറുന്നത്. നമ്മളൊരു 5:45, 6 മണി ആയപ്പോൾ തന്നെ നമ്മൾ കയറി. അപ്പോൾ അതുണ്ടാവും ഫുൾ ലൈറ്റ്സ് ആണ് കേട്ടോ. ഫുൾ ലൈറ്റ്സ് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അതിലും നിറയെ ലൈറ്റ്സ് ആണ്. അപ്പോൾ മുകളിലും ഇതാ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ, ബാക്കി ഈ സീറ്റുകളൊക്കെ ഒഴിവാണ്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ, നല്ല കാറ്റും. അപ്പോൾ നമുക്ക് വന്നപ്പോൾ തന്നെ ഒരു ജ്യൂസ് കിട്ടി. എന്ത് ജ്യൂസാണെന്ന് ഒരു ടേസ്റ്റ് മനസ്സിലായില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതായതുകൊണ്ട് ആ ഒരു എന്താ പറയുക, കാലാവസ്ഥ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുൾ ലൈറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത്, ഈ ഒരു സൈഡിൽ കാണുന്നത് കുറേ ബിൽഡിങ്സ് ആണെന്ന് തോന്നുന്നു. റെസിഡൻഷ്യൽ ഏരിയ ആണോ എന്നറിയില്ല. അപ്പോൾ ചെറിയ ചെറിയ ബോട്ടുകളും പോകുന്നുണ്ട്. അതിൽ 1-2 പേരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡോളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അവർ ആ ഒരു അതൊക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട് കുറേ പേര്. അപ്പോൾ അവർ നമ്മളിങ്ങനെ കുറച്ചൊന്ന് ഉഷാറാക്കിയിട്ട് അവരങ്ങോട്ട് പോവും, ജസ്റ്റ് ഒരു പാട്ടും വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല അടിപൊളി തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. അതുപോലെ ഒരു ഈജിപ്ഷ്യൻ ഡാൻസ് ആണ് കേട്ടോ അത്. അപ്പോൾ അവർ ഒരു അരമണിക്കൂർ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. സൂഫി ഡാൻസിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്, ഈജിപ്ഷ്യൻ ഡാൻസ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിവിക്കുട്ടൻ അതിങ്ങനെ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, കാരണം ആദ്യമായിട്ട് കാണല്ലേ. ഒരൊറ്റ ഇതിലിങ്ങനെ നിന്നിങ്ങനെ തിരിയാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തല ചുറ്റും, പക്ഷെ അവർക്ക് അതൊന്നും പ്രശ്നമില്ല.
അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഫുഡിലേക്കാണ്, ഡിന്നറിലേക്കാണ്. അപ്പോൾ ഇതാ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ബുഫേ പോലെയാണ്, നമുക്ക് വേണ്ടത് പോയിട്ട് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇത് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ചിക്കൻ കറി, അതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ ഗോബി മഞ്ചൂരിയൻ, പിന്നെ കുറച്ച് സാലഡ്സ്, പാസ്ത, അതുപോലെ ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് സ്പ്രൈറ്റും കൊക്കക്കോളയാണ് തന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി എന്താ പറയുക ഡിന്നറായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മുടെ ദാലും അതുപോലെ പ്ലെയിൻ റൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കഴിച്ചു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ സൈഡിൽ കൂടെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ക്രൂയിസ് പോകുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കുറേ ബിൽഡിങ്സുകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്, പുതിയ ബിൽഡിങ്സ്. ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുമ്പോൾ അതുണ്ട് ഓൾഡ് ബിൽഡിങ്സുകളാണ് കാണുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് കേട്ടോ, നല്ല കാറ്റും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ നിവിക്കുട്ടൻ ഒരു ബേബി ഗേളിനെ കണ്ടു കേട്ടോ, ആ ഒരു ആളിനെ. അപ്പോൾ ആളിങ്ങനെ പാട്ടിൽ ലയിച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവനത് പോയിട്ട് ഇങ്ങനെ ഒപ്പം കളിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നാണക്കേട് കാരണം പോയില്ല. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡാൻസ്. അതിലൂടെ നിവിക്കുട്ടനും താഴെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മൾ ഈ ഒരു ക്രൂയിസിൽ ചിലവഴിച്ചിട്ട് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. കുറേ എൻ്റർടൈൻമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു ഒരു അടിപൊളി ഫീലായിരുന്നു കേട്ടോ. ഓപ്പണായിട്ട് ഇങ്ങനെ ക്രൂയിസിൽ പോകുമ്പോൾ നല്ല കാറ്റും കൂളായിട്ടുള്ള ബ്രീസും ഒക്കെ പാടെ ഒരു അടിപൊളി ഫീലാണ്. രാത്രിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.